എല്ലാവർക്കും വിൻപ്ലസ് മീഡിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിൻ്റെ ഫോക്കസ്ഡ് ഏരിയ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SSLC എക്സാമിന് വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന അധ്യായം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക് വിശദീകരിക്കുന്ന അധ്യായമായതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ധാരാളം ചോദ്യങ്ങൾ എക്സാമിന് ഈ അധ്യായത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും അഥവാ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന അധ്യായമാണ്. ഈ അധ്യായത്തെ 2 ഭാഗമായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിൽ ആദ്യ ഭാഗം 6 പ്രധാനപ്പെട്ട പോയിന്റുകളെ ഉൾക്കൊള്ളുന്നതാണ്. ലക്നൗ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ചമ്പാരൻ സത്യാഗ്രഹ, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ഖേദ പെസൻ സ്ട്രൈക്ക്, റൗലറ്റ് ആക്ട്, ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നീ 6 പോയിന്റുകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും എപ്പിസോഡ് 1. രണ്ടാമത്തെ ഭാഗം എപ്പിസോഡ് 2 പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. അതിലൊന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ചൗരി ചൗര ഇൻസിഡൻറ്റ്, ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് പൂർണ്ണ സ്വരാജ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സാൾട്ട് സത്യാഗ്രഹ ആൻഡ് ഓർ ദണ്ഡി മാർച്ച്, ബോംബെ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് INA. ഇങ്ങനെ 8 ഭാഗങ്ങളായിട്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് ക്ലാസ്സിൻ്റെ ഭാഗമായി എടുക്കുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് 1 കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അത് കാണണം. കാരണം വളരെ പ്രധാനത്തോടു കൂടി പരീക്ഷയെ അടിസ്ഥാനമാക്കി കൃത്യതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഒന്നാമത്തെ എപ്പിസോഡിലെ 6 പോയിന്റുകൾ. ആദ്യത്തെ പോയിന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ സമരം. റൗലറ്റ് നിയമത്തിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഈ സാഹചര്യത്തിലാണ് ദ ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ ലെഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം അതായത് നോൺ കോപ്പറേഷൻ പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. ഈ ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നത്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി 6 പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നായിരുന്നു വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക എന്നത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കോടതികളിൽ ജോലി ചെയ്യുന്ന വക്കീലന്മാർ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജോലികൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു, സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നു. വിദേശത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്തുക്കൾ ബഹിഷ്കരിക്കുക, രണ്ടാമത്തേത് ബോയ്ക്കോട്ട് ഫോറിൻ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷുകാർ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കുക എന്നതായിരുന്നു. മറ്റൊന്ന് നികുതി നൽകാതിരിക്കുക, ബ്രിട്ടീഷുകാർ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന നികുതികൾ നൽകാതിരിക്കുക. ബ്രിട്ടീഷുകാർ അംഗീകാരങ്ങളായി നൽകുന്ന പുരസ്കാരങ്ങൾ തിരസ്കരിക്കുക, തിരികെ നൽകുക എന്നതായിരുന്നു മറ്റൊന്ന്. അതുപോലെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ പഠിക്കാൻ തയ്യാറായിരുന്ന ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമരത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇതായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ. നെക്സ്റ്റ്, വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ് ഹൗ ദ ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ടഡ് ടു ഗാന്ധിസ് അപ്പീൽ ഫോർ നോൺ കോപ്പറേഷൻ. ഗാന്ധിജി നിസ്സഹകരണ സമരം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു അത് സ്വീകരിച്ചത് എന്നതാണ്. ഒന്നാമത്തേത് നോക്കാം. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു.
അതുപോലെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർക്കർ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ ഫോറസ്റ്റ് ആക്ട് ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും അവിടുന്ന് പ്രോഡക്റ്റുകൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഇതേപോലെ ഗാന്ധിജി മുന്നോട്ട് വെച്ച നിസ്സഹകരണത്തിൻ്റെ ആശയം എന്താണോ അത് പൂർണ്ണമായും ഇന്ത്യയിലെ ജനങ്ങൾ, ഭൂരിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറായി. അടുത്ത പോയിന്റ് നോക്കാം. ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് പ്രോഡക്റ്റ് ആൻഡ് ആക്സെപ്റ്റ് ഇൻഡിജീനിയസ് പ്രോഡക്റ്റ്. ബഹിഷ്കരിക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതോടൊപ്പം ഗാന്ധിജി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി. അതായത് ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനും ഗാന്ധിജി പ്രാധാന്യം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ പ്രാദേശികമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്തു. ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗത്താണ് ഈ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമായിരുന്നു കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിച്ചുകൊണ്ട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പുറത്തേക്ക് വന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ദേശീയമായി ഇന്ത്യയിലെ നേതാക്കളുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചേർക്കപ്പെടുന്നു. ഇതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങളും വിദേശ വസ്തുക്കളും ബഹിഷ്കരിക്കുന്ന ജനങ്ങൾ അത്തരം വസ്തുക്കൾ തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇന്ത്യയിൽ രൂപക്കൊണ്ടുവന്നു. നെക്സ്റ്റ്, ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം. നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നീ അലി സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം വിഭാഗം ജനങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. ഇവിടെ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത്. ഖിലാഫത്ത് നേതാക്കൾക്കൊപ്പം ഗാന്ധിജി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിരുന്നു. ഈ ഒരു സഞ്ചാരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും, നുക്ക് ആൻഡ് കോർണർ എന്ന് പറഞ്ഞാൽ മുക്കിലും മൂലയിലും, എല്ലാ ഏരിയയിലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആ ഒരു വികാരം എത്തിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താനും അത് യൂണിറ്റി ഉണ്ടാക്കാനും ഗാന്ധിജിക്ക് ഈ ഒരു യാത്രയിൽ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, 1920 ഗാന്ധിജി ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ മുന്നോട്ട് വെച്ച ഒരു സമരമായിരുന്നു നിസ്സഹകരണ സമരം. ഈ സമരം 1922 ഗാന്ധിജി പിൻവലിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ എന്താണ് ഗാന്ധിജിയെ നിസ്സഹകരണ സമരം പിൻവലിക്കാൻ, വിഡ്രോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ഇവിടെ അതിൻ്റെ ഉത്തരമാണ് ഈ ഒരു ഭാഗത്ത് ചൗരി ചൗര സംഭവം എന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ, സമരത്തിൻ്റെ ഭാഗമായി ഫയർ ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, തീയിട്ടു. ഈ ഒരു സംഭവത്തിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവം ഗാന്ധിജിയെ ഒരുപാട് പ്രയാസപ്പെടുത്തി. കാരണം ഗാന്ധിജിയുടെ സമര രീതി എന്ന് പറയുന്നത് ആശയം മുൻനിർത്തിക്കൊണ്ടായിരുന്നു. നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ സമരം. ആ നോൺ വയലൻസിൽ നിന്ന്, അക്രമം ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ജനങ്ങൾ അക്രമത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ
ഗാന്ധിജി നോൺ വയലൻസ് എന്ന് പറയുന്ന ആ ആശയം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അടുത്ത പോയിന്റ് നോക്കാം. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണക്കാക്കാവുന്ന ടേണിംഗ് പോയിൻ്റായ തീരുമാനങ്ങൾ മുന്നോട്ട് വന്ന കൈക്കൊണ്ട ഒരു സമ്മേളനം നടന്നത് 1929 പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഈ സമ്മേളനത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. അതായത് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, ഇന്ത്യാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീഡം എന്നുള്ളതാണ് എന്നുള്ള തീരുമാനം മുന്നോട്ട് വന്നത് ലാഹോർ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ മതവിഭാഗം ജനങ്ങളും ഐക്യകണ്ഠേന അംഗീകരിച്ച ഗാന്ധിജിയെ സമരങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള സമരങ്ങളുടെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളുടെ നേതാവായിക്കൊണ്ട് ഗാന്ധിജിയെ പ്രഖ്യാപിച്ചതും ഈ സമ്മേളനത്തിലാണ്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ഈ സമ്മേളനത്തിന് ശേഷമാണ് ഗാന്ധിജി ഒരു ദേശീയ നേതാവായി ഇന്ത്യയിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ നേതാവായി ഗാന്ധിജിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഗാന്ധിജി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അതായത് സിവിൽ നിയമലംഘന സമരം പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ. ഇവിടെ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാന്ധിജി ചില കാര്യങ്ങൾ ജനങ്ങളോട് മുന്നോട്ട് വെച്ചു. സിവിൽ നിയമലംഘനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ജനവിരുദ്ധമായ, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാൽ അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക്, ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നതായിരുന്നു ഗാന്ധിജി ഈ ഒരു തീരുമാനം കൊണ്ട് മുന്നോട്ട് വെച്ചത്. അടുത്ത പോകാം. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ടതാണ് സിവിൽ ഡിസൊബീഡിയൻസ് കൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു. ഒന്നാമത്തേത്, ബ്രിട്ടീഷുകാർ ഉപ്പിനുമേൽ നികുതി ഈടാക്കിയിരുന്നു. ആ ഉപ്പ് നികുതി എടുത്തു കളയുക എന്നതായിരുന്നു. മറ്റൊന്ന്, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. ഇതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത്, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക്, ഇമ്പോർട്ട് ചെയ്യുന്നതിന് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കൾക്ക് നികുതി കൂടുതലായി ചുമത്തുക. കാരണം അങ്ങനെ നികുതി ചുമത്തുന്ന സമയത്ത് അതിന് വില വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ വില വർദ്ധിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വസ്തുക്കൾ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അത് ജനങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ ലഭിക്കുകയുള്ളൂ. ഈ ഒരു ആവശ്യത്തിനായിരുന്നു അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. മറ്റൊരു പോയിൻ്റാണ് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതുകൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർ ജയിലിലടച്ച ഒരുപാട് ഇന്ത്യയിലെ നല്ലവരായ സമരക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ വിട്ടയക്കണം. ഇതായിരുന്നു മറ്റൊരു ആവശ്യം. മറ്റൊന്നാണ് സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക. ഇന്ത്യയിൽ സൈനികർക്ക് നൽകേണ്ട ചെലവ്, അതേപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള ഷാഡോ പോലീസിനെ, രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിൻവലിക്കുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. കാരണം അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട യാത്രാ സൗകര്യം എന്ന് പറയുന്നത് കടൽ മാർഗമുള്ള ഗതാഗതങ്ങളാണ്. അപ്പോൾ തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. മറ്റൊന്ന്, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇത്തരം ആവശ്യങ്ങളാണ് ഗാന്ധിജി സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. അടുത്തൊരു ചോദ്യം നോക്കാം. വൈ ഗാന്ധിജി സെലക്റ്റഡ് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്.
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഉപ്പ് എന്ന് പറയുന്ന വസ്തുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്നതാണ് ഇവിടെ ചോദ്യം. ഉത്തരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പിൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്ന് പണം ലഭിക്കുന്നത് ഉപ്പിന് മേൽ അവർ ചുമത്തിയ നികുതിയിൽ നിന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ഒരു സമരത്തിൻ്റെ ആയുധമായി തിരഞ്ഞെടുത്തത് ഗാന്ധിജി. മറ്റൊന്ന്, ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപ്പിനുമേൽ നിരന്തരം ബ്രിട്ടീഷുകാർ നികുതി ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാ ജനവിഭാഗം ആളുകൾക്കും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഉപ്പ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ജോലിയോ വരുമാനമോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഉപ്പിന് മേലുള്ള നികുതി വലിയൊരു ഭാരമായിട്ട് മാറി. മറ്റൊന്ന്, തദ്ദേശീയമായി ഉപ്പ് നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ധാരാളം തുറമുഖങ്ങൾ, തീരപ്രദേശങ്ങൾ, കടൽ തീരങ്ങളുള്ള ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ചെറു ഉപ്പ് നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നതിന് ബ്രിട്ടീഷുകാർ വിലക്ക് ഏർപ്പെടുത്തി. ഇതും ഒരു കാരണമായിരുന്നു. അടുത്തതായി, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനങ്ങൾ. അധികവാനയുടെ ഭാഗമായി, എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നതെങ്കിൽ പോലും ഏതെങ്കിലും വിധേന ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 3 വർഷങ്ങളിലായി 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. ഇതിൽ നമ്മൾ പ്രധാനത്തോടു കൂടി കാണേണ്ട വട്ടസമ്മേളനം എന്ന് പറയുന്നത് 2ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ്. കാരണം ആ 2ാം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തത് ഗാന്ധിജിയായിരുന്നു. ഒരു പക്ഷേ ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2ാം വട്ടമേശ സമ്മേളനം വർഷം 1931, 1930, 31, 32 വർഷങ്ങളിലാണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് അരങ്ങേറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, സോൾട്ട് സത്യാഗ്രഹ പ്ലേഡ് എ മേജർ റോൾ ഇൻ മേക്കിംഗ് നാഷണൽ മൂവ്മെൻറ്റ് മാസ് മൂവ്മെൻറ്റ് സബ്സ്റ്റാൻഷിയേറ്റ്. ദേശീയ പ്രസ്ഥാനം ജനകീയവൽക്കരിക്കുന്നതിന് ഉപ്പ് സത്യാഗ്രഹം വലിയ പങ്ക് വഹിച്ചു, സമർത്ഥിക്കുക. ഇവിടെ ഉത്തരം വരുന്ന രീതി, ഗാന്ധിജി മുന്നോട്ട് വെച്ച നിയമലംഘന പ്രസ്ഥാനം, ഇതിൻ്റെ ഭാഗമായി ഗാന്ധിജി ഉപ്പ് സമരം എന്ന് പറയുന്നൊരാശയം മുന്നോട്ട് വെച്ചു. ഉപ്പിനെ പ്രധാനപ്പെട്ട സമരത്തിൻ്റെ ആയുധമായി ഗാന്ധിജി മുന്നോട്ട് വെച്ചു. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഉപ്പ് ഉണ്ടാക്കി നിയമലംഘനത്തിൽ പങ്കാളിയായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ ദേവാരണ്യം, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധാരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് ബ്രിട്ടീഷ് പോലീസ് നേരിട്ടത്. ഇങ്ങനെ ഗാന്ധിജി മുന്നോട്ട് വെച്ച നിയമലംഘന സമരം, ഇതിൻ്റെ ഭാഗമായി ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ അന്നത്തെ മുന്നോട്ട് വെച്ച നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ നിരവധി ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പങ്കാളികളായി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും ആ സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തമായിരുന്നു ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഒട്ടുമിക്ക തീരപ്രദേശങ്ങളിലും അരങ്ങേറിയത്.
ഇതുകൊണ്ടാണ് ഉപ്പ് സത്യാഗ്രഹം ദേശീയമായി ജനകീയമായി സമരം, ഒരു ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന സമര മുഖത്തിന് ഒരു ജനകീയത കൊണ്ടുവന്നത് ഈ ജനങ്ങളുടെ പങ്കാളിത്തമായിരുന്നു. ആ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഉപ്പ് സത്യാഗ്രഹം വലിയ പങ്ക് വഹിച്ചു. ഇനി അടുത്തൊരു പോയിൻ്റാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് വന്ന ബോംബെ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജി ജനങ്ങളോട് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ബോക്സിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട, 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. ഗാന്ധിജി പറഞ്ഞു ജനങ്ങളോട്, ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ, ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ വാക്യം ഇതാണ്, ആ മന്ത്രം ഇതാണ്: ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം എത്രത്തോളം ഉണ്ടായിരിക്കണം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രത്തോളം അനിവാര്യമാണ്, ബ്രിട്ടീഷ് നിയമങ്ങൾ ജനങ്ങളെ എത്രമാത്രം പ്രയാസപ്പെടുത്തുന്നു എന്ന് മുന്നോട്ട് വെക്കുന്ന, വളരെ വിശദീകരിച്ചുകൊണ്ട് പറയാവുന്ന ഒരു ചെറിയ മന്ത്രമാണ് ഗാന്ധിജി ജനങ്ങളോട് മുന്നോട്ട് വെച്ചത്. ഈ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യമായ ചോദ്യങ്ങൾ: 1, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ബോംബെ സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ മന്ത്രം എന്തായിരുന്നു എന്നതാണ്. 1, ക്വിറ്റ് ഇന്ത്യ സമരം ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്? ബോംബെയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സമ്മേളനം, ബോംബെ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏത് വർഷം, ഏത് ദിവസം? 1942 ഓഗസ്റ്റ് 8. ഇതെല്ലാം 1 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് എഴുതാൻ സാധ്യമായ കാര്യങ്ങളാണ്, പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് കോസ്ഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് നയിച്ച ഘടകങ്ങൾ, കാരണമായ ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. 1, റിലക്റ്റൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് കാണിച്ച വൈമനസ്യം, അതായത് തെറ്റായ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ, തെറ്റായ ഭരണം കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യയിലെ നേതാക്കന്മാർ അത്തരം നിയമങ്ങൾ, അത്തരം തെറ്റായ കാര്യങ്ങൾ മാറ്റി പുതിയത് കൊണ്ടുവരണം, അതാണ് പരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് എതിരെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമീപനം. മറ്റൊന്ന്, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതി, വിലക്കയറ്റം, തെറ്റായ ഭരണരീതി, ഇതുകൊണ്ടൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അതിൽ ജനങ്ങളുടെ അതൃപ്തിയായിരുന്നു ഈ സമരത്തിൻ്റെ കാരണങ്ങളിലൊന്ന്. മറ്റൊന്ന്, 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. നമുക്കറിയാം, 2ാം അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചതാണ്, 2ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് 1945-ലാണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം മുന്നോട്ട് വരുന്നത്. അപ്പോൾ ലോകമഹായുദ്ധം അവസാനിക്കുന്നതിന് കുറച്ച് മുൻപുള്ള വർഷങ്ങളിൽ 2ാം ലോകമഹായുദ്ധം ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബ്രിട്ടൻ പരാജയപ്പെടും എന്നുള്ളൊരു തോന്നൽ ലോകത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം. അതെല്ലാം വളരെ വിശദമായി 2ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു തോന്നൽ അതിശക്തമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള തീരുമാനങ്ങളുമായി ബോംബെ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഏത് രീതിയിലാണ് സമരം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഒന്നാമത്തേത്, പ്രിൻസ്ലി സ്റ്റേറ്റ് ഷാൾ റെക്കഗ്നൈസ് ദ സോവർണിറ്റി ഓഫ് ദി പീപ്പിൾ.
നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. രണ്ടാമത്തേത്, കർഷകർ ഭൂനികുതി കൊടുക്കുന്നത് നിർത്തലാക്കുക. ഭൂനികുതി കൊടുക്കാൻ, ലാൻഡ് ടാക്സ് നൽകാൻ കൂട്ടാക്കരുത്. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാർ രാജിവയ്ക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂർ പരസ്യമാക്കണം. ഗവൺമെൻറ് ഒഫീഷ്യൽ ഷാൾ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി ടു ഇൻ്റർനാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈൻ ദെയർ പൊസിഷൻസ്. അവർ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി ചെയ്യുന്നത് രാജിവെക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സമരങ്ങളോട് അവർ മാനസികമായി പിന്തുണ പ്രഖ്യാപിക്കുക. ഇതായിരുന്നു മറ്റൊന്ന്. അടുത്തത്, പട്ടാളക്കാർ അവരുടെ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. അതായത് ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന പോലീസുകാരായിട്ടുള്ള ശിപ്പായിമാരായിട്ടുള്ള ആളുകൾ, അവരാണ് സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അവർ ജോലിയിൽ നിന്നും മാറാതെ ബ്രിട്ടീഷ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക. ഇതായിരുന്നു മറ്റൊരു പോയിന്റ്. ഇനി സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഇതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളോട് മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയത്. മറ്റൊരു ചോദ്യമാണ്, ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ദി പീപ്പിൾസ് ഡിറ്റർമിനേഷൻ ടു ഗ്രാബ് ഫ്രീഡം ഫോർ ദയർ കൺട്രി. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത് ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യമായിരുന്നു എന്നതിനുള്ള തെളിവാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. എന്താണ് അങ്ങനെ പറയാനുള്ള സാഹചര്യം? ഇതാണ് ചോദ്യം. ഇവിടെ ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രക്ഷോഭത്തെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭത്തെ അതിക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. എന്നാൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇന്ത്യയിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പലയിടങ്ങളിലും അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചു. ഗവൺമെൻറ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തി തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ അതിതീവ്രമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഏത് വിധേയനെയും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യത്തിന് തെളിവ് തന്നെയാണ്. ഈയൊരു ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ മാറിയത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ പ്രാധാന്യം. ഇനി അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് INA. ഫോക്കസ് ഏരിയ പ്രകാരം നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാന്ധിയൻ സമര രീതിയോട്, അതായത് സമാധാനപരമായി അഹിംസയിലൂതിയ നോൺ വയലൻസ് മുന്നോട്ട് വെക്കുന്ന, സത്യാഗ്രഹ പ്രധാനപ്പെട്ട സമര ആയുധമായി മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആശയപരമായ സമരത്തിനോട് ഇന്ത്യയിലെ ചില ആളുകൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായ വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇങ്ങനെ ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക്. ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപം കൊണ്ട ഒരു സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി. രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് എടുത്തെറിയുക എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സമരങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള താൽക്കാലിക ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന സമരങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിച്ചു. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ഇതും ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നീട് ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. ഇതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമര രീതികളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചോദ്യമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിയൻ സമര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങൾ, ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ ഗാന്ധിയൻ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളും സമരങ്ങളും അതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഫോർവേഡ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് പോലുള്ള ആളുകൾ. ഇത് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ അധ്യായം സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യവും സമരവും എന്ന് പറയുന്ന ഈ അധ്യായം വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തു. 2 വീഡിയോകളായിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു ഭാഗം കൂടിയാണ് ഈ അധ്യായം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 2 എപ്പിസോഡുകളിലായി സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന അധ്യായം നമ്മൾ ചെയ്തു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇതുപോലെ ഫോക്കസ്ഡ് ഏരിയ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ ആവശ്യമുള്ളത് കമൻറ്റ് രൂപത്തിൽ അറിയിച്ചാൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.